ഹലോ, അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു കൊറിയൻ സ്കിൻ ബ്രൈറ്റനിങ് പാക്കിനെ പറ്റിയാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. സോ ഈ പാക്ക് ഉണ്ടാക്കാൻ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യണത്. ആൻഡ് ഓൾമോസ്റ്റ് എവരി വീട്ടിലും ഉണ്ടാവുന്ന ഒരു സംഭവങ്ങൾ മാത്രം മതി ഇതിന്, അല്ലാണ്ട് പുറത്തൊന്നും മേടിക്കേണ്ട ഒരു സാധനവും വേണ്ട. സോ സിമ്പിളാണ്. നമ്മുടെ വീട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു 5 ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് റെഡിയാക്കുന്നത്. സോ നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് സെറ്റാക്കുന്നതിലോട്ട് പോവാം. സോ പാക്ക് റെഡിയാക്കാൻ വേണ്ടി ഫസ്റ്റ് തന്നെ മിക്സിയിലേക്ക് നമുക്ക് അത്യാവശ്യത്തിന് റൈസ് എടുക്കാം. ഞാനിവിടെ കുക്ക്ഡ് റൈസ് എനിക്ക് വേണ്ടത്രം എടുക്കുന്നത്. അതിലേക്ക് അത്യാവശ്യം വേണ്ടത്ര റൈസ് വാട്ടർ കൊടുക്കുക. കൂടിപ്പോയത് ആ റൈസിനനുസരിച്ചിട്ടുള്ള റൈസ് വാട്ടർ മതി. ദെൻ ഇത്തിരി മിൽക്ക് ആഡ് ചെയ്യാം. ദെൻ നമുക്ക് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ഒരു പേസ്റ്റ് ക്രീം പരുവത്തിലായിട്ട് എടുക്കാം. എന്നിട്ട് എടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കണം. നല്ലോണം ഫിൽറ്റർ ചെയ്ത് നമുക്ക് ഫിൽറ്റർ ചെയ്ത് കിട്ടിയ ആ ഒരു പേസ്റ്റ് അല്ലെങ്കിൽ ഒരു ക്രീം പരുവത്തിലുള്ള സംഭവമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. മറ്റേ പേസ്റ്റ് ചെയ്ത് ബാക്കി വന്ന സംഭവം, നമുക്ക് ഫിൽറ്റർ ചെയ്ത് ബാക്കി വന്ന സംഭവം നമുക്ക് ലേറ്റർ ഒരു സ്ക്രബായിട്ടും യൂസ് ചെയ്യാൻ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇത് നല്ലോണം ഫിൽറ്റർ ചെയ്യുക. ദെൻ ഈ എല്ലാം കൂടി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിലോട്ട് ഇത്തിരി കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യണം. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള അലോവേറ ഒക്കെ എടുത്തിട്ട് അതിലത്തെ ജെല്ല് എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. എന്നിട്ടൊക്കെ കൂടി നല്ലോണം മിക്സ് ചെയ്ത് ലാസ്റ്റ് നമ്മുടെ ഫേസ് പാക്ക് റെഡിയാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് സെറ്റാക്കേണ്ട രീതി. അങ്ങനെ ഫൈനലി ഇതാണ് നമ്മുടെ ഫേസ് മാസ്ക് നമ്മൾ ഉണ്ടാക്കിയത്. സോ ഞാൻ ഡിഫറൻസ് അറിയാൻ വേണ്ടി ഒരു സൈഡിലാണ് ഇത് അപ്ലൈ ചെയ്യണത്. അതാകുമ്പോഴത്തേക്കും നമുക്ക് കളർ ഡിഫറൻസും എല്ലാ സംഭവങ്ങളും അറിയാൻ പറ്റും. ആൻഡ് നമ്മൾ നോക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ ഫിൽറ്റർ ചെയ്ത മറ്റേ മിക്സ് നമുക്ക് ഫേസ് സ്ക്രബായിട്ടും യൂസ് ചെയ്യാം. സോ ഇതെന്തായാലും കളയാണ്ട് മാറ്റി വെക്കണം, കാരണം ഇതും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. സോ നമുക്ക് ഫസ്റ്റ് ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് ട്രൈ ചെയ്യാം. One hour later. One eternity later. സോ നമ്മൾ തേച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, കാരണം 10 മിനിറ്റ് ഒക്കെ എടുക്കും ഇതിൻ്റെ ഒരു റിസൾട്ട് അറിയാൻ വേണ്ടി. സോ ലെറ്റ്സ് വെയിറ്റ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ് ആയി. നമുക്കിനിത് കഴുകാം. ഫസ്റ്റ് യൂസിൽ നമുക്ക് ഇത്രയും ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ട്. ലൈക്ക് ഇത്തിരി ഒന്ന് സ്കിൻ പ്ലംബും ഹൈഡ്രേറ്റഡ് ആയ പോലെയൊക്കെ എന്തായാലും തോന്നുന്നുണ്ട്. ആൻഡ് ഈ സ്കിന്നേക്കാളും ഈ സ്കിൻ ഇത്തിരി കൂടി ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. സോ ഈ ഒരു ഫേസ് പാക്ക് ഇത് ട്രൈ ചെയ്യണം. സോ എനിക്ക് തോന്നുന്നു ഒരു 2-3 ദിവസമൊക്കെ ഒന്ന് അടുപ്പിച്ച് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു കളർ പെർമനൻ്റ് ആയിട്ട് എന്തായാലും ഉണ്ടാകും. സോ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ബൈ.